ഇതൊരു അടിപ്പാതയുടെ വീരഗാഥയാണ്. വീരഗാഥ എന്നൊക്കെ പറയാൻ ഒക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു നാട്ടിൽ നമ്മുടെ പുതിയ ദേശീയപാത വന്നപ്പോൾ ആ ദേശീയപാത ഒരു ചെറിയ ടൗണിനെ രണ്ടായി ഇങ്ങനെ വിഭജിച്ച് മാറ്റിയപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭണത്തെ അല്ലെങ്കിൽ അത്തരമൊരു കാര്യത്തെ ട്രിഗർ ചെയ്ത് അതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി നേതൃത്വം നൽകിയ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച രണ്ട് സഹോദരന്മാരാണ്, സുഹൃത്തുക്കളാണ് എന്നോടൊപ്പം ഉള്ളത്. ഞാനിതിലൂടെ ഒറ്റ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ജനകീയ ആവശ്യങ്ങളെ അതിനെ ശരിയായ അർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ച് അതിന് നേതൃപരമായ പങ്ക് വഹിച്ചാൽ സത്യത്തെയും നീതിയെയും ആർക്കും നിഷേധിക്കാനാവില്ല. ഇല്യാസാണ് ഇതിൻ്റെ ഒരു ഒരു ആശയം ആദ്യം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സംഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇല്യാസ് എങ്ങനെയാണ് ഈ അടിപ്പാതയുടെ വിഷയത്തിലെ ചർച്ചയിലേക്ക് വന്നത്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പം മുൻകാലങ്ങളിൽ അവിടെ ആരോ അടിപ്പാതയുടെ വിഷയം പറഞ്ഞിട്ടുണ്ടെന്നും അത് വരുമെന്നും ഒക്കെ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കേട്ടറിവുണ്ട്. പക്ഷേ ഇങ്ങനെ വർക്കുകൾ പൂർണ്ണ തോതിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇവരെന്താ ഈ അടിപ്പാത പണിയാത്തത് എന്ന് നമ്മുടെ മനസ്സിങ്ങനെ തോന്നി. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ചോദിച്ച്, നമുക്ക് ഇവിടെ അടിപ്പാത ഇല്ലേ സാറേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തു. ഇല്യാസ് ഒരു വീഡിയോ ഒന്ന് ചെയ്യുമോ, ഒരു വീഡിയോ ഒന്ന് 10 പേര് കാണട്ടെ. അങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്തു. അതായത് 23-24K മറ്റോ ആയതേ ഉള്ളൂ. അത്രയും പേര് കണ്ടു. അപ്പം ആ വീഡിയോ എല്ലാവർക്കും ഒരു പ്രചോദനമായി. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നമ്മുടെ സുധീർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഞാനിങ്ങനൊരു വിഷയം പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂലിപ്പണിക്ക് സാധാരണ എന്താ പറയുന്നത് തൊഴിലാളികളാണ്. എനിക്ക് അവിടെ ഒരു കടയുണ്ട്. ഒരു ചെറിയ ഒരു ഒരു കടയുണ്ട്. അങ്ങനെയുള്ള ചെറിയ ജോലിക്കാരാ. അല്ലാതെ ഇവരാരും ഈ എന്താ പറയുന്നത് കർത്തവ്യ മൂഢരായി എന്തെങ്കിലും ചെയ്യാനായി ചുമതലപ്പെടുത്തപ്പെട്ട മഹാപ്രതിഭകളൊന്നുമല്ല. നാട്ടുകാരാണ്, സാധാരണക്കാരാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്തൊരു കൗതുകം ഉണ്ടായത്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞു, ശരിയാടാ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നപ്പോൾ കുറച്ച് പേര് ഇത് എങ്ങനെയോ അറിഞ്ഞു, ഇതിൻ്റെ വിഷയങ്ങളൊക്കെ അറിഞ്ഞു. കാരണം ഈ വീഡിയോ അത്രയ്ക്ക് ജനങ്ങളിലേക്ക് നല്ല ഒരു മൂവ്മെൻ്റായി മാറി. അപ്പോൾ ജനങ്ങളിങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ വന്നിട്ട് പറഞ്ഞു, നേരത്തെ അതായത് നമ്മുടെ ഷമീർക്ക ഉൾപ്പെടെ ഉള്ളവർ വന്നിട്ട് പറഞ്ഞു. അപ്പം അവർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പം എങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങളോടൊപ്പം അതായത് നേരത്തെ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. ആ ആക്ഷൻ കൗൺസിലിനോടൊപ്പം നിങ്ങൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തീർച്ചയായും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ മുന്നിൽ നിൽക്കുക. അങ്ങനെ ഒരു ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു? ഇല്ല, ഒന്നും നടന്നിട്ടില്ല. നേരത്തെ കാര്യങ്ങൾ നടന്നിട്ടില്ല. പക്ഷെ അകമേ എന്തൊക്കെയോ പേപ്പർ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കിട്ടുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു എന്നുള്ള പറച്ചിലുണ്ടായിരുന്നു. നിങ്ങളെ എങ്ങനെ ആരെങ്കിലും ക്ഷണിച്ചു കൊണ്ടുപോയി ഇതിന്റെ ഒരു ഭാഗമാക്കി നമുക്കിത് തുടങ്ങാമെന്നും പറഞ്ഞു തുടങ്ങിയതല്ലല്ലോ? അല്ലല്ല, നമ്മൾ ഒരുമിച്ച് നിന്ന് ഇത് ഞങ്ങളിങ്ങനെ ആയതിനു ശേഷം നമുക്കിത് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു നാട്ടിലെ ആവശ്യമാണ്. അപ്പം നമുക്ക് അതിനകത്ത് എല്ലാ പാർട്ടിക്കാരെയും എല്ലാ സംഘടനയും എല്ലാ മേഖലയിലുള്ളവരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇത് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. ഓക്കെ, എന്നിട്ട് പിന്നെന്താ ഉണ്ടായില്ല സാർ? പിന്നെ ഇതിങ്ങനെ ഒരു കമ്മിറ്റി വിളിച്ചു, ഒരു ഫോം ചെയ്തു. ഇങ്ങനെ ഫോം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇതിൽ വലിയ ചലനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എപ്പോഴും പറയും, അളയെ നമുക്കൊരു പന്തൽ കെട്ടണം. കാരണം സമരം നടക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹം അറിയണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഞങ്ങളൊരു സമരപ്പന്തൽ കെട്ടിയത്. അപ്പോൾ ഈ സമരപ്പന്തലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓട്ടോക്കാരെയാണ് ഏൽപ്പിച്ചത്. ഞാൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അവിടെ ഇരിക്കണം, കാരണം അതെ ഇരിക്കണം, നമുക്കിതൊന്ന് തുടങ്ങി വെക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തുടങ്ങി. പക്ഷെ അത് ഒരലസത തോന്നി അതിൽ. അപ്പം അലസതയായി കഴിഞ്ഞപ്പോൾ, അലസത മീൻസ് അതിനെ ആരും അങ്ങോട്ട് പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, എന്തും വരട്ടെ. കാരണം ഇതൊരു നാടിൻ്റെ ആവശ്യമാണ്, ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്, സാധാരണക്കാരായ തൊഴിലാളികളുടെ ആവശ്യമാണ്.
കാഷ്യൂ ഫാക്ടറി തൊഴിലാളികളുടെയൊക്കെ. ഇഷ്ടംപോലെ സാധാരണക്കാരായ അമ്മമാരൊക്കെ പോകുന്നൊരു വഴിയല്ലേ. അപ്പം ഞാൻ എന്തും പറയട്ടെ, ഒരു തീരുമാനമെടുത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഒരു അറിയിപ്പ് കൊടുത്തു. അപ്പോൾ പന്തൽ പൊളിച്ച് അപ്പുറത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചു. ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചെങ്ങനെ? അതിന്റെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഭാരവാഹി കമ്മിറ്റിയിലുള്ളവർ തന്നെ പറഞ്ഞു അത് ദോഷം ചെയ്യും, നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ ഹൈവേ അതോറിറ്റി അത് പൊളിച്ചു മാറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞവർ. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു സമരം അതിന്റെ രീതി പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു പോലീസ് കേസാക്കി മാറ്റരുതല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞത് നമുക്കൊന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇല്ലാസോ നല്ല ദൂരം നമുക്ക് ചെയ്യണം, ശരി എന്നാക്കി എന്ന് പറഞ്ഞിട്ട് ആ രാത്രി തന്നെ നമ്മൾ സമരപ്പന്തൽ മേളിലാക്കുക. ഇവിടെ ഈ അടിപ്പാതയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇതിവിടെ അനുവദിച്ചുകൊണ്ട് ഒരു മിനിറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ മിനിറ്റ്സ്, ഈ അനുവദിച്ചുകൊണ്ടുള്ള ഒരു മിനിറ്റ്സ് ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും അങ്ങനെ ഒരു മിനിറ്റ്സ്? ആ മിനിറ്റ്സിന് വേണ്ടി അന്ന് ഞങ്ങൾ MP എടുത്തു പോയപ്പോൾ MLA പറഞ്ഞായിരുന്നു ആ മിനിറ്റ്സ് എടുക്കണേന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് MLAയോട് ചോദിച്ചപ്പോൾ അത് എന്നോട് പറഞ്ഞായിരുന്നു, ഷമീർ പറഞ്ഞായിരുന്നു, ഇതുപോലെ നമ്മുടെ ആക്ഷൻ കൗൺസിലിന്റെ ജനറൽ കൺവീനറായിട്ട് ഇപ്പോൾ ഉള്ള ഷമീർ പറഞ്ഞായിരുന്നു MLA വിളിച്ചിട്ട് അത് പോയെന്ന് വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ MLA വിളിച്ചായിരുന്നു. വിളിച്ചപ്പം പറഞ്ഞു ഇന്ന് പോകണ്ട സുധീരെ, അത് പറയാം എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരറിവില്ല, ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. മിനിറ്റ്സ് നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. വിവരാവകാശം എന്റെ ബോധ്യം, എന്റെ മനസ്സിലാക്കൽ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ മിനിറ്റ്സിന് ഒരുപാട് ശ്രമിച്ചു. കാരണം അങ്ങനെ ഒരു മിനിറ്റ്സ് ഉണ്ടായി. കാരണം ഇത് പറയുന്നത് മുഴുവൻ എങ്ങനെയാണെന്നറിയാം, ഒരു അട്ടിമറിക്കപ്പെട്ട പാത തിരിച്ചു തരിക എന്നാണ് പറയുന്നത്. അപ്പോൾ അട്ടിമറിക്കപ്പെട്ടു എന്ന് പാതയുണ്ടെങ്കിൽ അതിനൊരു മിനിറ്റ്സ് ഉണ്ടാവണം. ഇപ്പോൾ കഴിഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന ഹൈവേ അതോറിറ്റിയുടെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഉണ്ടാവണം. കാരണം ദേ ആർ ദി എന്താ പറയുന്നത് റെസ്പോൺസിബിൾ പേഴ്സൺസ് ടു സാങ്ഷൻ ദി അണ്ടർപാസ്. പിന്നെ അതിലുണ്ടെന്ന്, പക്ഷേ അതിലുണ്ടാന്ന് പറയുന്ന സംഗതി എൻ്റെ മനസ്സിലാക്കൽ, ഞാൻ ഈ ആലപ്പുഴ കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ ഹൈവേയുടെ സംഗതിയുമായി ബന്ധപ്പെട്ട് കളക്ടർ വിശദമായ യോഗം വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ ഓരോ പ്രദേശത്തുമുള്ള ആളുകൾ ഈ അണ്ടർപാസ് വേണമെന്നും പറഞ്ഞ് അപേക്ഷ കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ മിനിറ്റ്സിനകത്ത് പ്രധാനമായി അണ്ടർപാസുകൾ വേണമെന്ന് പറഞ്ഞിട്ട് കരുനാഗപ്പള്ളി, ചുറ്റുമൂല, പുതിയ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇത് ആ ജംഗ്ഷനുകളിലൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടെ അന്തിമ അനുമതിക്കായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയെ അയക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അവരും അത് അംഗീകരിക്കുന്നില്ല. മിനിറ്റ്സിന്റെ കേസിട്ട് പറയുമ്പോൾ അവർ പറയുന്ന മിനിറ്റ്സിന്റെ കോപ്പി ചോദിച്ചായിരുന്നു, അത് നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത നമ്മൾ പിന്നെ കോപ്പി എടുത്ത് അത് ഈ രേഖാമൂലം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, മാധ്യമങ്ങളിൽ പല വാർത്തകളും വരും, അത് ഇത് രേഖയാകത്തില്ല എന്നാണ് അന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസിൽ നിന്ന് മറുപടി പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാലേ ഇല്യാസേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളൊരു സമരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു 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 ട്രിഗർ കിട്ടുന്നത് ഏത് ഘട്ടത്തിലാണ്? അതായത് എന്തും നേടിയെടുക്കണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു മനോഭാവം, ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നു. അതായത് എന്തും വരട്ടെ, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, കാരണം ഒരു നാടിൻ്റെ ആവശ്യമില്ലയോ, അങ്ങനെ ആവുന്നേ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളൊരു ശക്തമായ തീരുമാനത്തിൽ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ഏറ്റവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഞങ്ങളിലേക്ക് ആദ്യമായിട്ട് അടുപ്പിച്ചു. അത് കഴിഞ്ഞ് അവരുടെ ഒരു കൺട്രോൾ വെച്ചുകൊണ്ട് ഞങ്ങൾ വാർഡ് മെമ്പർമാരെ ഇതിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ചു. അപ്പോൾ വാർഡ് മെമ്പർമാരുടെയും ഒക്കെ സ്വാധീനം നമ്മളെ നല്ല രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. അതെ, സപ്പോർട്ടുണ്ട്. പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനങ്ങളെയും നമ്മൾ എല്ലാവരെയും മൊത്തത്തിൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെല്ലാവരെയും ക്രോഡീകരിച്ചു. അതെ അതെ. പിന്നെ ആദ്യം ഞങ്ങൾക്കൊരു ഫ്ലെക്സ് വെക്കുന്ന, ഞാൻ ഉൾപ്പെടുന്ന സ്നേഹക്കൂടി ചാരിറ്റിയുടെ ഫ്ലെക്സ് ആയിരുന്നു, സാമൂഹ്യ സംഘടനയുടെ ഫ്ലെക്സ് ആണ് ആദ്യം കൊണ്ടുവെക്കുന്നത്, ഇതിനെ അനുകൂലിച്ചുകൊണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചേഴ്സ് ആയത് ആരുടെയൊക്കെ ഇടപെടലുകളായിരിക്കും? ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു തീർച്ചയായിട്ടും അത് എടുത്തു പറയണ MLAയുടെ MP-യുടെ ഇടപെടല. സംസ്ഥാന മന്ത്രിക്കും ഒരു റോൾ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പൊതുമരാമത്ത് മന്ത്രിക്കും. ഞാൻ അത് പറഞ്ഞു വന്നേ അതുകൊണ്ടാണ്, ഞാൻ അത് കൃത്യമായി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഈ വാർഡ് മെമ്പർമാര് കൂടി പിന്നെ അവസാനം അത് പഞ്ചായത്തിൽ ഒരു പ്രമേയമായി അവതരിപ്പിക്കുകയും ആ പ്രമേയം അവിടെ പാസ്സാക്കി എടുക്കുകയും അതുമായാണ് നമ്മുടെ മന്ത്രി റിയാസിനെ കാണാനായിട്ട് പോകുന്നത്. അന്നേരം പുള്ളിയും ഓക്കെ പറയുകയുണ്ടായി, ഏത് മാർഗത്തിലും. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ ഇറങ്ങുക കിട്ടും എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു, പ്രമുഖരായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്,
അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി അവർ മെയിലും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം അവർക്കും ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. പരോക്ഷമായി നമ്മളറിയാതെ തന്നെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഈ പറയുന്ന ഈ ആദ്യം തീരുമാനിച്ച സമയത്ത് ഇല്ലാതിരുന്നതായിരുന്നു തൊട്ടടുത്തൊരു പ്രദേശത്ത് അണ്ടർപാസ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിങ്ങനെ അട്ടിമറിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അല്ലാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ലാസ്റ്റ് മീറ്റിംഗ് ഞാനുണ്ട് അതിനകത്ത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പുത്തൻതെരുവിൻ്റെയും വവ്വാക്കാവിനും ഒരുപോലെ സമ്മർദ്ദം വന്നപ്പോൾ ഇവിടുത്തെ അടിപ്പാത അങ്ങോട്ട് കൊണ്ടുപോയി എന്നവർ ഇത് പറയുന്നില്ലെങ്കിലും അവർ പറഞ്ഞു പുത്തൻതെരുവിനേക്കാൾ പ്രാധാന്യം വവ്വാക്കാവിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബസ് റൂട്ടിൻ്റെ ഇത് വെച്ച്. ഒരുപക്ഷെ നിങ്ങൾ ആദ്യം അവർ വെച്ച കണ്ടീഷൻ ഇതായിരുന്നു നമ്മളത്, ആ വവ്വാക്കാവിൽ തീരുമാനിച്ച അടിപ്പാത വേണമെങ്കിൽ 1 കിലോമീറ്റർ ഇങ്ങോട്ട് മാറ്റി ആനന്ദ ജംഗ്ഷനിലാക്കി തന്നാൽ നിങ്ങളുടെ സമരം പിൻവലിക്കുമോ എന്നവർ ചോദിച്ചിരുന്നു. നമ്മൾ രണ്ടും കൂടെ ഒന്നാക്കാനായി രണ്ടും കൂടെ ഒന്നാക്കി തരാം. അപ്പം നമ്മൾ പറഞ്ഞു പറ്റത്തില്ല, വവ്വാക്കാവിലെ നിർബന്ധമാണെന്ന് തന്നെ നമ്മുടെ ചെയർമാൻ നാസർ അന്നേരം പറഞ്ഞത്. രണ്ടാമത് അവർ വെച്ച കണ്ടീഷൻ വെച്ചാൽ നമുക്ക് ഈ മുകളിലോട്ട് ലിഫ്റ്റ് വഴി കയറിയിട്ട് നടന്ന് റോഡിന് ഇപ്പുറത്ത് ഇറങ്ങി താഴോട്ട് ലിഫ്റ്റ് തരാമെന്നുള്ള രീതിയിലുള്ളൊരു കണ്ടീഷൻ പറഞ്ഞു ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് വെച്ച്. അപ്പോൾ നമ്മുടെ കെ.പി. സാഹിബ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് മയ്യത്ത് കടത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് അതും ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട. പിന്നെ അവർ ചോദിച്ചു നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പം നമുക്കൊരു ആംബുലൻസ് കടന്നു പോകുന്ന രീതിയിലെങ്കിലും ഒരടിപ്പാത കിട്ടിയേ തീരുമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പറയുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ഈ വിഷയത്തിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ തുടക്കം തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേർന്നു. കാരണം എല്ലാവരുടെയും ആവശ്യമായതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പ് ശക്തമായ ഒരു ഗ്രൂപ്പായി മാറി. അതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിനകത്ത് പിന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ ഒരു പോരാട്ടമായിട്ടാണ്. എന്തായാലും വിജയിച്ചു. അതെ, താൽക്കാലികമായി എന്ന് വിജയിച്ചു. താൽക്കാലികം എന്നുള്ളതല്ല, എംപിയുടെ നിർദ്ദേശപ്രകാരമാണ് MLA വന്ന് അത് പ്രഖ്യാപിച്ചത്. അപ്പം ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇനി പഴയതുപോലെ ഇതില്ലാതാവുമോ, ആ ഒരു ഭയപ്പാടുണ്ട്. നേരത്തെ ഉണ്ടെന്ന് പള്ളിയിൽ തന്നെ പള്ളിയിൽ ജുമാ സമയത്ത് അനൗൺസ്മെന്റ് ചെയ്തൊരു കേസിട്ടാണ് ഇല്ല എന്നുള്ളത്. ഇപ്പോഴും നമുക്ക് ആവലാതികളുണ്ട്, കാരണം ഇതിന്റെ രേഖകൾ എന്നുള്ള ആശയക്കുഴപ്പങ്ങൾ പോലും അതൊരു മീറ്റിംഗിൽ ഉണ്ടാക്കിയ മിനിറ്റ്സ്. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി അതിന്റെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, അതിന്റെ സെക്രട്ടറി, കേന്ദ്ര ഗവൺമെന്റിന് ഇതിനകത്തൊരു മന്ത്രിയോടും പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. കാരണം ആരൊക്കെ എന്തെല്ലാം സ്വാധീനം ചെലുത്തിയാലും അവരുകൂടി വേണമല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തോന്നണം. കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി, അതിന്റെ സെക്രട്ടറി, അവരൊക്കെ അടങ്ങുന്ന ഒരു വളരെ ചെറിയ ഒരു ഗ്രൂപ്പാണ് ഈ ഇതിന്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു മിനിറ്റ്സ് ആവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ മിനിറ്റ്സ് ആയെന്ന് ബോധ്യപ്പെടാതെ ഒരിക്കലും MP അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു മിനിറ്റ്സ് വയലേറ്റ് ചെയ്യാനിട്ട് ആരും ശരിയാവില്ല. അല്ലെങ്കിൽ MLA വന്നത് പ്രഖ്യാപിക്കത്തുമില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പല്ലേ. കാരണം ഒരാളുടെ അടുത്ത് MLA വന്ന് പറഞ്ഞു പോയതല്ല, അവിടെ സമരപ്പന്തലിൽ വന്ന് പൊതുജനങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അവിടെ വെച്ചാണ് ഇത് പ്രഖ്യാപിച്ച് MLA ഇത് നമുക്ക് ഒരു കുസൃതി ചോദ്യം കൂടെ അതിൽ അവസാനിപ്പിക്കാം. ഈ നമ്മൾ സാധാരണ ഈ ഫുട്ബോൾ കളി ഗംഭീരമായി ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. കളി ജയിക്കുന്ന അല്ലെങ്കിൽ മൂക്കുന്നെന്ന് വരുമ്പോൾ ചാടിക്കേറി അടിക്കുന്ന അത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പേരൊന്നും ഞങ്ങൾ പറയുന്നില്ല, അത് പേര് പറഞ്ഞാൽ അത് വേറെ ദോഷം ചെയ്യും, കാര്യം ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ഇതിനകത്ത് തുടക്കം മുതലേ എതിർത്ത് നിന്ന് ഇത് നടക്കത്തില്ല, ഇവർക്കൊന്നും ഒരു ജോലിയില്ല, ഇവർക്ക് വേറെ പണിക്ക് ഏറ്റവും എന്ന് ചോദിച്ച് വാശിയായ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയാം, അടച്ചാക്ഷേപിക്കുക. അവന് മെന്റലാണ്, ആ മെന്റലിന്റെ കൂടെ നീയും കൂടെ കൂടിയോ എന്ന് എനിക്ക് മെന്റലാണ്. പറഞ്ഞ ഒരു കാര്യം ഉണ്ടില്ലേ, അങ്ങനെ ചോദിക്കുന്നതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത്തരം പൊതുകാര്യങ്ങൾക്ക് ഇറങ്ങുന്ന ആളുകളെ എല്ലാവരും മെന്റലായിട്ട് കാണും. കാരണം എന്താ പറഞ്ഞാൽ ഈ സമയം കൊണ്ട് നിനക്ക് വസ്തു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നിനക്ക് വീട് വെക്കുകയോ അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും ചെയ്യുന്നതിന് വരെ എന്തിനായി വന്ന് കിടക്കുന്നതെന്നുള്ളതാണ്. ഇല്യാസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതുമായിട്ട് നിന്നിട്ടോ ഇപ്പം നമുക്ക് എന്തായാലും ഇതിന്റെ സാമ്പത്തികം ചെറിയ ചിലവുകളൊക്കെ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ആരുടെയും കയ്യിൽ നിന്ന് ഞങ്ങളൊന്നും പിടിച്ചു വാങ്ങിച്ചില്ല. പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ തരാൻ തയ്യാറുണ്ട്, നിങ്ങൾക്ക് ചിലവൻ എന്തെങ്കിലും വേണോ, അത് ഞങ്ങൾക്കല്ല, ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചും കൊണ്ട് നിൽക്കുന്നവരുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരുണ്ട്, ഒരു രാഷ്ട്രീയത്തിലും പെടാതെ ഒന്നിന്റെ ലാഭം കൊയ്യാൻ നിൽക്കാതെ
ഇവർക്ക് ഇത് നമുക്കിത് പള്ളിയിലേക്ക് പോകാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നല്ലൊരു ഭാഗം ആൾക്കാരുണ്ട്. അവരുടെ സപ്പോർട്ട് നമുക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതൊരു വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് നമുക്ക്. അപ്പോൾ അതാണ് ചില സാധാരണക്കാരുടെ ഇടപെടലുകളുടെ ഒരു വീരഗാഥ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു ആത്മാർത്ഥതയുടെയും സമർപ്പണത്തിൻ്റെയും ഉത്തരം. ഇത് കേവലം അടിപ്പാതയുടെ മാത്രം വിഷയമല്ല. ഈ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഈ പറയുന്ന വ്യാപകമാകുന്ന മയക്കുമരുന്ന് അടക്കമുള്ള വിഷയങ്ങളിൽ ഇതുപോലെ പ്രതിജ്ഞാബദ്ധരായി നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യർ, ബാക്കി എല്ലാവരും ദൂരെ നിന്ന് വരും, പ്രസംഗിക്കും, ഗോളടിക്കും, അത് നേടിയത് ഞാനാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിന് ഗ്രൗണ്ടിൽ വെയിൽ കൊള്ളാൻ, പൊടിയടിക്കാൻ, വിയർക്കാൻ, ആക്ഷേപം കേൾക്കാൻ അങ്ങനെ തയ്യാറുള്ളവരാണ് റിയൽ ഹീറോസ്. അവരെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. താങ്ക് യു.